സംഭവ വിവരണം 4:30 സംഘം. സോണി ലൈവിൽ OTT റിലീസായിട്ടുള്ള ഒരു വെബ് സീരീസാണ്. ഒരു ക്രൈം കോമഡി വെബ് സീരീസാണ്. ഒരുപാട് ഷോർട്ട് ഫിലിംസ് അതുപോലെ വെബ് സീരീസ് ഒക്കെ ചെയ്തിട്ടുള്ള, അതുപോലെ നമ്മുടെ പുരുഷപ്രേതം എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുള്ള കൃഷാന്ത് ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു വെബ് സീരീസാണ്. 6 എപ്പിസോഡുകളായിട്ടാണ് ഈ സീരീസ് വന്നിരിക്കുന്നത്. ഇതിലെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു 5 അംഗ സംഘമാണ്. അതായത് 5 അംഗം എന്ന് പറഞ്ഞാലും ഒരാൾ ഹൈറ്റ് കുറഞ്ഞ ആളാണ്. അതുകൊണ്ടാണ് ഇതിലൊരു 4:30 സംഘം എന്നൊരു പേര് വന്നത്. ഇതിന്റെ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു സ്കൂൾ കാലഘട്ടം തുടങ്ങിയിട്ടുള്ള അവിടം തൊട്ട് ഇവരൊരു വലിയൊരു എന്താ പറയാ വലിയൊരു ഗ്യാങ് ആയി മാറുന്നതും, പിന്നെ സ്മഗ്ലിംഗ് പോലത്തെ പരിപാടികൾ. സ്മഗ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സരസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവര് സ്മഗ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് കടത്ത്, അതുപോലെ പൂക്കൾ കടത്ത്, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു സംഭവ വിവരണമാണ്. ഇവരുടെ ഒരു കാലഘട്ടത്തിലൂടെ, അതായത് സ്കൂൾ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി ഇതുവരെയുള്ള ഒരു കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ ഒരു കഥാകൃത്തിനോട് പറയുന്നതാണ്. അതായത് ഇതിലൊരു മൈത്രേയൻ എന്ന് പറഞ്ഞൊരു കഥാകൃത്തായിട്ട് ജഗദീഷാണുള്ളത്. അപ്പോൾ ഇവരുടെ കഥ വിവരിക്കുന്നതും കാര്യങ്ങളുമാണ് ഈ 6 എപ്പിസോഡുകളിലൂടെ പറഞ്ഞു പോകുന്നത്. അതുപോലെ ഇതിലെ പെർഫോമൻസുകൾ എടുത്തു പറയേണ്ടതാണ്. ഇതിലുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള അവരുടെ പേരുകളും വളരെ രസകരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് അരിക്കുട്ടൻ, അൽത്താഫ്, മണിയൻ, കഞ്ഞി, മൂങ്ങ എന്നൊക്കെയാണ് അവരുടെ പേരുകളൊക്കെ. ഇതിൽ മെയിൻ റോള് സഞ്ജു ശിവറാമാണ് അരിക്കുട്ടൻ എന്നുള്ള റോൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ മണിമുള്ള രാജുവിന്റെ മകനായിട്ടുള്ള നിരഞ്ജൻ ആണ് അൽത്താഫായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പുതിയ ആൾക്കാരാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ജഗദീഷാണ് കഥാകൃത്തായിട്ട് വരുന്നത്. മൈത്രേയൻ എന്നുള്ള ഒരു ക്യാരക്ടർ വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രൂസ്ലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട് നമ്മുടെ പ്രശാന്ത് അലക്സാണ്ടർ, അദ്ദേഹമാണ് നമ്മുടെ പുരുഷപ്രേതത്തിൽ പോലീസ് ഓഫീസറായിട്ട് വന്നിട്ടുള്ള ക്യാരക്ടർ. അതുപോലെ നമ്മുടെ RDXൽ വില്ലനായിട്ടുള്ള വിഷ്ണു അഗസ്ത്യൻ, അദ്ദേഹമാണ് പ്യാലക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റോൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ SI ആയിട്ടൊരു ആളുണ്ട്. എല്ലാവരും നല്ല അവരുടെ പെർഫോമൻസുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. മുമ്പ് പല സിനിമകളിലും കണ്ട ഒരു എന്താ പറയാ ഒരു ആഖ്യാന രീതിയാണ്, അതല്ലെങ്കിൽ കഥ പറച്ചിൽ തന്നെയാണ് ഈ ഒരു സീരീസിനുള്ളതെങ്കിലും കുറച്ച് എന്താ പറയാ നർമ്മത്തിൽ പൊതിഞ്ഞ് ഒരു വളരെ രസകരമായിട്ടാണ് സംഭവം ചെയ്തിരിക്കുന്നത്. 6 എപ്പിസോഡ് ഉള്ളതുകൊണ്ട് ഒറ്റ സ്ട്രെച്ചിലിരുന്ന് കാണാതെ 3 എപ്പിസോഡ് ആദ്യം കണ്ട് 3 എപ്പിസോഡ് പിന്നെ കാണാനായിരിക്കും നല്ലത്. വളരെ രസകരമായിട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങളും കണ്ടു നോക്ക്. ഓക്കെ.